തന്ന ദൈവിക ദൂത് 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. 2 Chronicles chapter 15 verse 7. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ഉണ്ടാകും. ആമേൻ. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. Be bold and courage. Be bold and courage. നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. രണ്ടാമത്തെ ശബ്ദം, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. മൂന്നാമത്തത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഈ 3 കാര്യങ്ങളാണ് കർത്താവ് ഇന്ന് പറയുന്നത്. ഒന്ന്, ആമേൻ, സ്തോത്രം, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ആമേൻ. വലിയൊരു പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലാണ് ആമേൻ സ്തോത്രം ദൈവിക ശബ്ദം ആമേൻ ദൈവം ജനത്തോടായി കൈമാറുന്നത്. ശത്രുവിന്റെ തന്ത്രങ്ങളും പദ്ധതികളും ഒക്കെ ആമേ ദൈവജനത്തിനെതിരെ പൊങ്ങി വന്ന ആമേ ഒരു കാലഘട്ടത്തിൽ, ഒരു ആമേ സമയത്തിൽ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിങ്കലേക്ക് നോക്കിയ ദൈവഭക്തനോട്, ദൈവജനത്തോട് കർത്താവ് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരിലൂടെ 14 വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അവിടെ കർത്താവ് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കും. നിങ്ങളുടെ അകത്തോട്ട് ഭയം വരണ്ട. നിങ്ങൾ ആമേൻ സ്തോത്രം ഭയപ്പെട്ടോ നിരാശപ്പെട്ടോ പോകണ്ട. നിങ്ങൾ ധൈര്യമായിരിക്കും. ആമേൻ സ്തോത്രം. ആമേൻ. യഹോവയിൽ നാം ആമേൻ സങ്കീർത്തനം പഠിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, കർത്താവിങ്കൽ ആമേൻ ധൈര്യത്തോടെ ഇരിപ്പീൻ. ആമേൻ സ്തോത്രം എന്ന് ആമേൻ 31-ാം സങ്കീർത്തനത്തിന്റെ 24-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും. 31-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പൊ കർത്താവിൽ ഒരു പ്രത്യാശ. എന്താ പ്രത്യാശ? ആമേൻ സ്തോത്രം. ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ശുഭഭാവി വരുമെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ മാറുമെന്നും ഇപ്പോഴത്തെ ആമേ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ ആമേ ഭാവിയെന്നും അതുകൊണ്ട് നിങ്ങൾ തീരത്തില്ലെന്നും നിങ്ങൾക്ക് ആമേ ഒരു നല്ല നാളെ ഉണ്ടെന്നും ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നെന്നും, എന്നാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ആമേൻ സ്തോത്രം ആമേൻ 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 ഹൃദയത്തിലും ചിന്ത വന്നിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തി, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ആ വിശ്വാസവും പ്രത്യാശയും. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, ഇതുകൊണ്ട് ഞാൻ തീർന്നു പോകത്തില്ല, ഇതല്ല എൻ്റെ ജീവിതത്തിന്റെ അവസാനം എന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടോ, നിങ്ങൾക്ക് ധൈര്യപ്പെടാൻ കഴിയും. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആമേൻ ആദ്യമായി തരുന്ന ശബ്ദം, നിങ്ങൾ ആമേൻ, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ഏതെങ്കിലും ആമേൻ വിഷയങ്ങളുടെ നടുവിൽ, ഏതെങ്കിലും ശബ്ദങ്ങളുടെ നടുവിൽ ആമേൻ ധൈര്യമൊക്കെ ചോർന്ന്, ബലമൊക്കെ ചോർന്ന് ആരെങ്കിലും ക്ഷീണിച്ച് ഈ പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ധൈര്യമായിരിപ്പീൻ, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നോക്കിയേ, ഈ ഏലിയാവിന്റെ അരികിൽ ആമേ ഇസബേല് തൻ്റെ ദൂതനെ അയക്കുക. ദൂതനെ അയച്ചിട്ട് ഏലിയാവിനോട് ഒരു ശബ്ദം ഏലിയാവിന്റെ കാതിൽ കേൾപ്പിച്ചു. എന്താ കേൾപ്പിച്ചെന്നറിയാമോ? നാളെ ഈ നേരത്ത് നിന്നെ
അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ആക്കി തീർക്കും. ആരിൽ ഒരുത്തനെ പോലെ? ഇന്നലകളിൽ ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നു. ആമേൻ സോദരൻ, ജീവിക്കുന്ന ദൈവം യഹോവയെ എന്ന് വെളിപ്പെടുത്തി ശക്തമായി കർമ്മേലിന്റെ മുകളിൽ തീയെ ഇറക്കി. ആമേൻ ജീവിക്കുന്ന ദൈവം യഹോവയെ എന്ന് വെളിപ്പെടുത്തിയ പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവിന് നല്ല ധൈര്യമായിരുന്നു ശുശ്രൂഷകൾ ചെയ്യാൻ, മുമ്പോട്ട് ചുവടുകൾ വെക്കാൻ. എന്നാൽ പെട്ടെന്ന് ചില ശബ്ദങ്ങൾ സ്തോത്രം അത് ഏലിയാവിന്റെ അകത്ത് ഭയത്തെ ഉളവാക്കി. ആ ഭയം അവന്റെ അകത്ത് കയറിയപ്പോൾ അവന്റെ ധൈര്യം ചോർന്നുപോയി. ധൈര്യം ചോർന്നിട്ട് അവൻ മരിക്കുവാൻ ഇച്ഛിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതെങ്കിലും വ്യക്തികളെ പിശാച് കരങ്ങളിൽ എടുത്ത് അവരിലൂടെ അല്ലെങ്കിൽ അവളിലൂടെ അല്ലെങ്കിൽ അവനിലൂടെ ചില ശബ്ദങ്ങൾ നിന്റെ കാതിൽ കേൾപ്പിച്ച് നിന്റെ അകത്തൊരു ഭയത്തെ ജനിപ്പിച്ച് ആ ഭയം നിന്റെ അകത്തെ ധൈര്യത്തെ ചോർപ്പിക്കളഞ്ഞ് നിന്നെ എവിടെയെങ്കിലും തളർത്തിക്കളയാൻ ശ്രമിക്കുന്നെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞേ അങ്ങനെയല്ല, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നീ ധൈര്യമായിരിപ്പീൻ. യഹോവയിൽ പ്രത്യാശ നിനക്കുണ്ടോ? നീ വചനം പറയുക, യിരെമ്യാ പ്രവചനം പറയുക, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നിന്റെ ഇന്നുകൊണ്ട് നീ തീരത്തില്ലെന്നും നിന്റെ ഇന്നത്തെ കയ്പിനപ്പുറത്ത് നിനക്കൊരു മധുരമുണ്ടെന്നും മാറയ്ക്കപ്പുറത്ത് ഒരു മധുരമുണ്ടെന്നും ഇന്നത്തെ രട്ടിന്റെ അപ്പുറത്ത് നിന്റെ വിലാപത്തെ നൃത്തമാക്കുമെന്നും നിനക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ നീ കേട്ട ചില ശബ്ദങ്ങൾ, നീ കേട്ട ചില റിപ്പോർട്ടുകൾ, നിന്റെ മുമ്പിൽ വന്ന ചില മെഡിക്കൽ റിപ്പോർട്ടാകാം, നീ കേട്ട ചില ശബ്ദങ്ങളാകാം, അതിനകത്ത് നീ ഭയപ്പെട്ടു പോകരുത്. ഇന്നത്തെ സാഹചര്യത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്, നീ തളർന്നു പോകരുത്. കർത്താവ് പറയുന്നു, നീ ധൈര്യമായിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരോടാ ഇടപെടുന്നേ? ഈ പ്രഭാതത്തിൽ ഇന്നലകളിൽ ഇന്നലെ രാത്രിയിൽ നീ കേട്ട ചില നെഗറ്റീവ് റിപ്പോർട്ടുകളാകാം. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ സ്വോത്രം സ്കാനിങ്ങിന്റെ റിപ്പോർട്ടാകാം. ചിലപ്പോൾ അതല്ല, മറ്റേതെങ്കിലും വാക്കുകൾ ശത്രു പറഞ്ഞതാകാം. നീ തകരുമെന്നോ, നിന്റെ കുടുംബം തകരുമെന്നോ, സ്വോത്രം നിന്റെ തലമുറ നശിക്കുമെന്നോ, എക്സാമിൽ ജയിക്കത്തില്ലെന്നോ എന്തെങ്കിലും ഒരു ഭയം നിങ്ങളുടെ അകത്ത് ഇന്ന് ഉണ്ടെങ്കിൽ സ്വോത്രം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. യഹോവയിൽ പ്രത്യാശയുണ്ടോ? എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ദൈവത്താൽ സകലവും കഴിയും, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ കർത്താവ് പറയുന്നു, ധൈര്യമായിരിപ്പീൻ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, ധൈര്യമായിരിപ്പീൻ. ഈ പകലിൽ സ്വോത്രം ചിലരുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഒരു ധൈര്യം പകരുക. അസാധാരണമായ ഒരു ധൈര്യം. ഭയത്തിന്റെ കണികകളെ, ഭയത്തിന്റെ മേഖലകളെ ചിലരുടെ ഉള്ളിൽ നിന്നും കർത്താവ് കീറിക്കളയുക. ഒരു ധൈര്യം, മുൻപോട്ട് ചുവട് വെക്കാൻ ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളിൽ പകരുക. കർത്താവേ, ഞങ്ങൾ അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോട് പറയുന്നു, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും, നിങ്ങൾ ധൈര്യമായിരിക്കും. ചില കുടുംബങ്ങളെ നോക്കി, ഒരു വ്യക്തിയല്ല, കുടുംബത്തിലെ മൊത്തം വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിരിക്കും. രണ്ടാമത് പറയുകയാണ്, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. അപ്പൊ കൈകൾ എന്ന് പറയുന്നത് പ്രവൃത്തികൾ ചെയ്യാനുള്ളതാണ്. കൈകൾ ചലിപ്പിക്കാനുള്ളതാണ്, പ്രവൃത്തികൾ ചെയ്യാനുള്ളതാണ്. സ്വോത്രം. കർത്താവ് പറയുന്നു, ഡു യുവർ വർക്ക്. നിന്റെ ജോലി നീ ചെയ്യുക. കർത്താവ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഭയം വരരുത്, ധൈര്യമായിരിക്കണം. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചെയ്തു. സ്വോത്രം. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തരാൻ പോവുക. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങൾ നിരാശയിലേക്ക് കാണ്ടുപോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകാതെ നിങ്ങളുടെ കൈകൾ ഡു യുവർ വർക്ക്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കും. എൻ്റെ ദൈവം സാധ്യമാക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിനകത്താകട്ടെ, അത് നിങ്ങളുടെ ആത്മീക മേഖലയിലാകട്ടെ, നിങ്ങളുടെ എക്സാമിലാകട്ടെ, നിങ്ങളുടെ ആത്മീക തലങ്ങളാകട്ടെ, ഏത് മേഖലയിലാണോ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നമുക്കറിയാം, പ്രാർത്ഥിപ്പാൻ മലമുകളിലേക്ക് കയറിപ്പോയ മോശ
മോശ ആമേൻ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. എന്താണ്? തൻ്റെ കരങ്ങൾ ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ കൈ തളർന്നു പോകാൻ ആമേൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഈ കൈ തളരാതെ അഹരോനും ഹൂരും ആ കൈകൾക്ക് താങ്ങു കൊടുത്തതുപോലെ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കാനാണോ കർത്താവ് നിങ്ങളോട് പറയുന്നത്? Come on, do it your work. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. അല്ല, ചിലത് ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നാണോ കർത്താവ് പറയുന്നത്? യെസ്, ഡു ഇറ്റ്. യുവർ വർക്ക്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ എൻ്റെ കർത്താവ് സാധ്യമാക്കി തരും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. 2, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ഇന്ന് കർത്താവ് ആരോടോ പറയുന്നു. ആമേൻ. പ്രയത്നിച്ചു, പ്രവർത്തിച്ചു, എന്നിട്ട് ഒരു ജയം കാണാൻ കഴിയാതെ ക്ഷീണിച്ചാരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, എന്നാൽ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളരരുത്. സ്വോത്രം. പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി കാണുന്നില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വോത്രം. പ്രാർത്ഥിച്ച് നിങ്ങളുടെ കൈകൾ കുഴഞ്ഞു താഴോട്ട് പോകുന്നുണ്ടോ? കർത്താവ് പറയും, നിങ്ങളുടെ കൈകൾ തളരരുത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ കൈകൾ തളർന്നിരിക്കുകയാണോ? എനിക്കൊരു പ്രതിഫലം, എനിക്കൊരു വിടുതൽ ഇതിനകത്തൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നാണോ ചിന്തിക്കുന്നത്? കർത്താവ് പറയുന്നു, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. അടുത്തത് 3 പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നമ്മൾ ഒന്ന് ചെയ്യാതെ സ്വോത്രം ഒരു പ്രവൃത്തി ചെയ്യാതെ എങ്ങനെയാണ് പ്രതിഫലമുണ്ടാകുന്നത്? എവറി ആക്ഷൻ there is equal and opposite reaction. ഓരോ പ്രവൃത്തിക്കും തുല്യമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടെന്ന. നാം ഒന്ന് ചെയ്യാതെ എങ്ങനെ പ്രതിഫലമുണ്ടാകും? ഒരു പ്രവൃത്തി നാം ചെയ്യാൻ തയ്യാറാകുക. കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അത് നിങ്ങൾ 1 ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല. നിങ്ങൾ വിതയ്ക്കാനാണോ നിങ്ങളോട് ദൈവം പറയുന്നത്? യെസ്, വിതയ്ക്കുക. വചനം വിതയ്ക്കാനാണോ? വിതയ്ക്കുക. പ്രാർത്ഥനയാണോ? അത് ചെയ്യുക. ഉപവാസമാണോ? അത് ചെയ്യുക. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ഒരു ട്രാക്റ്റ് കൊടുക്കാനാണോ? അത് ചെയ്യുക. സ്വോത്രം. എന്തൊക്കെയോ കർത്താവ് ആരോടോ ഈ പകൽ പറയുന്നു. നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം തരും. നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കും. ഇന്ന് പകൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിങ്ങൾ ക്ഷീണിച്ചു പോകണ്ട. മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങൾക്കെതിരാകട്ടെ, സാഹചര്യങ്ങൾ എതിരാകട്ടെ, പക്ഷെ നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ 1 2 ചുവട് വെച്ചിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ? ഈ വചനം പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൊണ്ടുവരുന്നത്, ഏലിയാവ് 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു. തൻ്റെ ശിഷ്യനെ പറഞ്ഞയച്ചു. ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു മറുപടിയുമില്ല, ഒരു വിടുതലുമില്ല പ്രവാചക. ഈ പ്രാർത്ഥനയൊക്കെ ചുമ്മാതാ. നേരം പോക്ക. നീ ചുമ്മാതെ സമയം കളയാതെ എഴുന്നേക്കാൻ പറഞ്ഞിട്ടും പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല. 4, 5, 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു. തൻ്റെ ശിഷ്യനെ പറഞ്ഞയച്ചു. അവൻ ധൈര്യത്തോടെ, അവൻ്റെ കൈകൾ തളരാതെ ആ പ്രവൃത്തി ചെയ്തപ്പോൾ നോക്ക്, 7ാം പ്രാവശ്യം സ്വോത്രം മടങ്ങി വന്ന് പ്രവാചക ശിഷ്യൻ പറയുകയാണ്, നിന്റെ പ്രവൃത്തിക്കൊരു പ്രതിഫലം. നിന്റെ പ്രവൃത്തിക്കൊരു പ്രതിഫലം. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഒരു ഉത്തരം. കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുകയാണ് എന്നതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. ഇന്നത്തെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ശബ്ദം, ധൈര്യമായിരിപ്പീൻ, ധൈര്യത്തോടെ ഇരിപ്പീൻ. സ്വോത്രം. 2ാമത് കർത്താവ് പറയുന്നു, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി, നിങ്ങൾ സ്വോത്രം, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. നിങ്ങൾ ഉപവാസത്തിൽ തളർന്നു പോകരുത്. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. നിങ്ങൾ വചനം വിതയ്ക്കുന്നതിൽ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ സ്വോത്രം തളരരുത്. 3 കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്ന ഈ വചനം പ്രകാരം ധൈര്യത്തോടെ ഈ ആഴ്ചയിൽ ചുവടുവെക്കാൻ, ഇവരുടെ കൈകൾ തളർന്നു പോകാതെ മുൻപോട്ട് ഇവരുടെ കൈകളുടെ പ്രവൃത്തി ഇവർ ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. ഇവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ.
ആമേൻ സ്തോത്രം, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളരരുത്, നിങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ടാകും, നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ടാകും. ആമേൻ സ്തോത്രം. ആമേ കരഞ്ഞും ആമേ ക്ഷീണിച്ചും കൊണ്ടൊക്കെയാ ആമേ വിത്ത് വിതയ്ക്കുന്നത്. പക്ഷേ ആമേ ഒരു പ്രതിഫലമുണ്ട്. ആ വിതച്ച വിത്തിന്, ആമേ ആ കരഞ്ഞ കണ്ണുനീരിന് ഒരു പ്രതിഫലം കൊയ്ത്താണ്. ആ കൊയ്ത്ത് വരുമ്പോൾ ആമേ ആമേ ആർത്തും സന്തോഷിച്ചും കൊണ്ടാ കൊയ്യുന്നേ. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ആമേ കർത്താവേ, അങ്ങത് ചെയ്യുകയാൽ സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. തളരാതെ ആമേൻ സ്തോത്രം, ആമേ ധൈര്യത്തോടെ ഇരുന്ന് ആമേ മുന്നേറാൻ ദൈവം ഇവരെ സഹായിക്കണം. ഇവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം കൊടുക്കുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.